അച്ഛനും അമ്മയും കാലങ്ങളായി മനസ്സിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വപ്ന കൊട്ടാരത്തിനാ നാളെ തറക്കല്ലിടുന്നത്. അവരെ പോലെ അത് ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാ. പക്ഷേ എന്റെ ഉള്ളില് ഒരു പേടി തോന്നുന്നു ജഗൻ. പേടിയോ? എന്തിന്? വീട് പണി ചെയ്യാൻ ഇറങ്ങുന്ന അച്ഛന് അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് എന്റെ ഉള്ളില് വല്ലാത്തൊരു ഭയം. അത് നടക്കും. വന്ദന കേട്ടിട്ടില്ലേ, ഒരാളൊരു കാര്യം ചെയ്യണമെന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാനായി ഈ ലോകം മുഴുവൻ അയാളുടെ സഹായത്തിനെത്തുന്നു. അതുകൊണ്ട് അത് നടക്കേണ്ടത് അവരുടെ ആവശ്യവും നടത്തുന്നത് ദൈവത്തിന്റെ കടമയുമാണ്. ആ വന്ദനെ, നാളെ നടക്കുന്ന കല്ലിടിയിൽ ചടങ്ങ് വന്ദനയുടെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും മറക്കാത്തൊരു ചടങ്ങാക്കാൻ ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? അതെന്ത് സർപ്രൈസ്? ആ അതൊക്കെ ഉണ്ട്. വന്ദന കണ്ടോ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഒരു സൂചനയെങ്കിലും തന്നൂടെ? ഇല്ല, സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇത് പറയാനാണോ രാത്രി എന്നെ വിളിച്ചത്? ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ അത്? അതൊരു രഹസ്യ, എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അത് എന്നോട് പറഞ്ഞൂടെ? ആ പറയും. വന്ദനയോട് മാത്രമേ ഞാനത് പറയൂ. എങ്കി പറ. കേൾക്കാൻ കൊതിയായോ? കൊതിയൊന്നുമില്ല, എന്നാലും രഹസ്യമാ, സസ്പെൻസാ എന്നൊക്കെ ഒരാള് വിളിച്ച് ഹിന്റ് പറയുമ്പോ അതറിയാൻ ആർക്കായാലും ഒരു ആകാംക്ഷ കാണില്ലേ? അത് ശരിയാ. എങ്കില് ജഗൻ ആ രഹസ്യം എന്നോട് പറ. മുൻപായിരുന്നെങ്കില് ഞാൻ ഒരിക്കലും ജഗനോട് അതിനെപ്പറ്റി ചോദിക്കില്ലായിരുന്നു. അല്ല, മുമ്പത്തെ കുഴപ്പം? മുൻപ് ജഗൻ എന്റെ കാഴ്ചപ്പാടിൽ ഒരു റൗഡിയും തെരുവുകുണ്ടയും ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അതൊക്കെ മാറി. താങ്ക് യു. എന്തിനാ താങ്ക്സ്? വന്ദനയ്ക്ക് എന്നെ പറ്റിയുള്ള ധാരണ മാറിയില്ലേ, അതുകൊണ്ട്. അത് പൂർണ്ണമായും മാറി. കാരണം ദേമോള് മിസ്സായപ്പോ ഒരു രാത്രി മുഴുവൻ എന്നോടൊപ്പം ഉറക്കൊഴിഞ്ഞ് സഹായിച്ചയാളാ. ആ രാത്രിയില് ജഗനോടൊപ്പം ബൈക്കിൽ വന്ന് ഞാൻ സുരക്ഷിതത്വം എന്തെന്നറിഞ്ഞു. ഞാൻ കരുതിയതിനേക്കാൾ വളരെ വളരെ ഉയരത്തിലാ ജഗൻ. താങ്ക്സ്. ദേ വീണ്ടും താങ്ക്സ്. പിന്നെ വിളിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ല. പറഞ്ഞല്ലോ, നാളെ ഒരുക്കാൻ പോകുന്ന ഒരു സർപ്രൈസിന്റെ കാര്യം. അത് പറഞ്ഞൂടെ എന്നോടെങ്കിലും? അത് പറഞ്ഞാലേ അതിനൊരു ത്രില്ല് കാണില്ല. കണ്ടോ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ഹലോ ഹലോ ജഗൻ. അല്ല, എന്തായിരിക്കും ജഗനൊരുക്കിയ സർപ്രൈസ്?